നമ്മൾ മലയാള ഭാഷയിൽ ഒരുപാട് പ്രയോഗങ്ങൾ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ ഉപയോഗിക്കാവുന്ന കിടിലൻ കുറച്ച് പ്രയോഗങ്ങൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സിനിമകൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന വളരെ നമുക്ക് പെട്ടെന്ന് കേട്ട ഡയറക്റ്റായിട്ട് അർത്ഥം മനസ്സിലാകാത്ത തരത്തിലുള്ള കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് ഷിജു തോമസ്. ഒന്നാമത്തെ വാചകം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടു ഈറ്റ് വൺസ് വേർഡ്. ടു ഈറ്റ് വൺസ് വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വാചകം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അതിൻ്റെ അർത്ഥം മനസ്സിലാവില്ല. അപ്പോൾ അതിൻ്റെ യഥാർത്ഥത്തിലൊരു അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ടേക്ക് ബാക്ക് വാട്ട് വൺ ഹാസ് സെഡ്. അതായത് ഒരാൾ പറഞ്ഞ വാചകത്തിനെ തിരിച്ചെടുക്കുക. നമ്മൾ പറയില്ല ഒരു വാവിട്ട വാക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഒരാൾ പറഞ്ഞതിനെ അതേപടി മിണുങ്ങുക അല്ലെങ്കിൽ വിഴുങ്ങുക, തിരിച്ചെടുക്കുക എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയില്ലേ, അത്തരത്തിലുള്ളൊരു പ്രയോഗമാണ് ടു ഈറ്റ് വൺസ് വേർഡ്. അതിൻ്റെ ഉദാഹരണ സെൻറ്റൻസ് ഞാൻ പറയട്ടാ. ഷീ ഏറ്റ് ഹെർ വേർഡ്സ് വെൻ ഷീ റിയലൈസ്ഡ് ഷീ വാസ് ടോക്കിംഗ് ബാഡ്ലി അബൌട്ട് ദ ബോസ് റൈറ്റ് ടു ഹിസ് ഫേസ്. അതായത് ബോസിൻ്റെ മുഖത്ത് നോക്കി തന്നെയാണ് ബോസിനെ പറ്റിയിട്ട് കുറ്റം പറയുന്നത്. അപ്പോൾ ആ സ്ത്രീ തിരിച്ചറിഞ്ഞപ്പോൾ അവൾ പറഞ്ഞതെല്ലാം തിരിച്ചെടുത്തു എന്നൊക്കെ പറയില്ലേ. ഇംഗ്ലീഷിൽ ഈ പ്രയോഗങ്ങളെ നമ്മൾ ഇഡിയംസ് എന്നാണ് പറയുന്നത് കേട്ടോ. ഒരു സന്ദർഭത്തിന് അനുയോജ്യമായ രീതിയിൽ പറയാവുന്ന ചില പ്രയോഗങ്ങളെയാണ് നമ്മൾ ഇഡിയംസ് എന്ന് പറയുന്നത് കേട്ടോ. രണ്ടാമത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടു ബി ഓൺ ദ സേഫ് സൈഡ്. ടു ബി ഓൺ ദ സേഫ് സൈഡ് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഇല്ലേ. ടു ക്രിയേറ്റ് എ സെൻസ് ഓഫ് സെക്യൂരിറ്റി ആൻഡ് മിനിമൈസ് എനി പോസിബിൾ റിസ്ക്. അതായത് ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാക്കുക, ക്രിയേറ്റ് എ സെൻസ് ഓഫ് സെക്യൂരിറ്റി, പിന്നെ റിസ്കിൻ്റെ പോസിബിലിറ്റി മാക്സിമം കുറയ്ക്കുക. അതിൻ്റെ പ്രയോഗമാണ് ടു ബി ഓൺ ദ സേഫ് സൈഡ്. ടു ബി ഓൺ ദ സേഫ് സൈഡ്. അതിനൊരു ഉദാഹരണ വാചകം നോക്കിക്കഴിഞ്ഞാൽ വി റെക്കോർഡഡ് എ വീഡിയോ ഓഫ് ദ ഇൻസിഡൻറ്റ് ജസ്റ്റ് ടു ബി ഓൺ ദ സേഫ് സൈഡ്. അതായത് ആ ഒരു ഇൻസിഡൻറ്റ് നടന്നപ്പോൾ ഞങ്ങൾ ആ ഒരു ഇൻസിഡൻറ്റിനെ നമ്മൾ വീഡിയോയിൽ ഷൂട്ട് ചെയ്തു അല്ലെങ്കിൽ മൊബൈലിൽ വീഡിയോ ഷൂട്ട് ചെയ്തു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ബി ഓൺ ദ സേഫർ സൈഡ്. നാളെ ആരെങ്കിലും അവിടെ എന്താണ് ഇൻസിഡൻറ്റ് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗം സേഫ് ആക്കാൻ നമ്മുടെ പ്രൂഫ് ഉണ്ട് എന്ന് പറയുന്ന പോലെ നമ്മൾ ആ ഒരു ഇൻസിഡൻറ്റ് നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചു. അല്ലെങ്കിൽ ഇനി ആ ഒരു ഇൻസിഡൻറ്റ് നടക്കാൻ സാധ്യതയില്ല അല്ലെങ്കിൽ റീക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടായിട്ട് നമ്മളൊരു ടു ബി ഓൺ ദ സേഫർ സൈഡ് നമ്മൾ ആ ഒരു ഭാഗം നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചു എന്ന് പറയില്ലേ. ടു ബി ഓൺ ദ സേഫ് സൈഡ്. വി റെക്കോർഡഡ് എ വീഡിയോ ഓഫ് ദ ഇൻസിഡൻറ്റ് ജസ്റ്റ് ടു ബി ഓൺ ദ സേഫ് സൈഡ്. അടുത്ത പ്രയോഗം നോക്കിക്കഴിഞ്ഞാൽ ആസ് ഫാർ ആസ് വൺ ക്യാൻ ടെൽ. ആസ് ഫാർ ആസ് വൺ ക്യാൻ ടെൽ പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ. അർത്ഥം നോക്കട്ടാ. ടു കൺക്ലൂഡ് സംതിങ് ബേസ്ഡ് ഓൺ ദ അവൈലബിൾ ഇൻഫർമേഷൻ. അതായത് ലഭിച്ചിരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് നമ്മളൊരു കാര്യത്തിനെ കൺക്ലൂഡ് ചെയ്ത് അതിനെ കൺക്ലൂഡ് ചെയ്ത് പറയാന്ന് പറയും, കൺക്ലൂഷൻ പറയാന്നൊക്കെ പറയുന്ന രീതിയിൽ. ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ ആസ് ഫാർ ഐ കുഡ് ടെൽ ദ ഷോപ്പ് വാസ് ക്ലോസ്ഡ് ടുഡേ. അതായത് എനിക്കുള്ളൊരു ഇൻഫർമേഷൻ വെച്ചിട്ട് ഇന്ന് ഷോപ്പ് ക്ലോസ് ആണ്. ആസ് ഫാർ ഐ കുഡ് ടെൽ ദ ഷോപ്പ് വാസ് ക്ലോസ് ടുഡേ. ഇന്ന് ഷോപ്പ് മുടക്കായിരുന്നു എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ പറയും ആസ് ഫാർ ആസ് വൺ ക്യാൻ ടെൽ. ക്ലിയർ ആയില്ലേ? ആസ് ഫാർ ആസ് വൺ ക്യാൻ ടെൽ. നോർമലി ഇത്തരത്തിലുള്ള ഇഡിയംസ് നമ്മൾ അധികം ഇംഗ്ലീഷ് സിനിമകളും അല്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ഒരു ബുക്കൊക്കെ വായിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നമ്മൾ പലപ്പോഴും കാണും കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ആ സന്ദർഭത്തിന് അനുസരിച്ച് കൂട്ടി വായിച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു അർത്ഥം ക്ലിയർ ആയിട്ട് തിരിഞ്ഞു വരും. ഇനി അവസാനത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടു ഗോ ഡൗൺ ദ ഡ്രെയിൻ. ടു ഗോ ഡൗൺ ദ ഡ്രെയിൻ. അതിൻ്റെ ഒരു അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ ടു ബി കംപ്ലീറ്റ്ലി വേസ്റ്റഡ്. അതായത് മൊത്തത്തിൽ പാഴായി പോയി. ടു ബി കംപ്ലീറ്റ്ലി വേസ്റ്റഡ് എന്ന് പറയില്ലേ. ഓൾ ഓഫ് ഹിസ് എഫേർട്ട് ഓൺ ദ ന്യൂ പ്രൊഡക്റ്റ് വെൻറ്റ് ഡൗൺ ദ ഡ്രെയിൻ വെൻ ദ ഓഫീസ് കോട്ട് ഫയർ. അതായത് അദ്ദേഹത്തിൻ്റെ പുതിയൊരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള എല്ലാ എഫേർട്ടുകളും ടു കംപ്ലീറ്റ്ലി വേസ്റ്റായി പോയി. അതായത് ഓഫീസ് തീ പിടിച്ചപ്പോൾ അദ്ദേഹം ആ ഒരു പുതിയ പ്രൊഡക്റ്റിന് വേണ്ടി ചെയ്ത എല്ലാ പണിയും പാഴായി പോയി എന്ന് പറയില്ലേ. അതായത് ഒരു എഫേർട്ടായിട്ട് ഒരു കാര്യത്തിന് വേണ്ടി കുറേ എഫേർട്ടൊക്കെ ചെയ്തിട്ട് അവസാനം എന്തായി, വേറൊരു സാഹചര്യം കൊണ്ട് നമുക്കതെല്ലാം വേസ്റ്റായി പോയി. ടു ഗോ ഡൗൺ ദ ഡ്രെയിൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 1, 2, 3, 4 എണ്ണമാണ് പഠിച്ചത്. ടു ഈറ്റ് വൺസ് വേർഡ് ഒന്നാമത്തത്, രണ്ടാമത് ടു ബി ഓൺ ദ സേഫ് സൈഡ്, മൂന്നാമത്തത് ആസ് ഫാർ ആസ് വൺ ക്യാൻ ടെൽ, നാലാമത്തത് ടു ഗോ ഡൗൺ ദ ഡ്രെയിൻ. ഈ 4 ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഡിയം ഏതാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള കുഞ്ഞു വീഡിയോകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് ഉപകാരപ്രദമായിട്ട് എന്തെങ്കിലും കിട്ടി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോന് താഴെ കമൻറ്റ് ചെയ്യാനും കൂടുതൽ വീഡിയോകൾ കാണുന്നതായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ പേര് ഷിജു തോമസ്. മറ്റു വീഡിയോയിൽ ലിങ്ക് ഇവിടെ സൈഡിൽ വരുന്നതായിരിക്കും. കണ്ടു നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ടേക്ക് കെയർ.